ഭഗവാനെ വിഘ്നേശ്വര രക്ഷപ്പെട്ടു. ഭാസ്കരേട്ടാ ലോഡ് ഇറക്കട്ടെ. വേണ്ട മോനെ, ഇതെന്റെ സ്വന്തം ലോഡാ, ഞാൻ തന്നെ ഇറക്കിക്കോളാം കേട്ടാ. മോനെ കുഞ്ഞുണ്ണി 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 കുഞ്ഞുണ്ണി. അച്ഛാ അടിപൊളി. എന്തൊരു സ്പീഡാ അച്ഛന്റെ ഡ്രൈവിങ്ങിന്. ഇപ്പൊ തന്നെ 3 മിനിറ്റ് വൈകിരിക്കാം. വേഗം ഇറങ്ങ്, അച്ഛനെടുക്കാം. ചമ്മിപ്പിക്കല്ലേ അച്ഛാ, ഞാൻ 4ാം ക്ലാസ്സിലാ, ഞാൻ നടന്നോളാം. എന്നാ ഈ കൊടയിൽ ലോഡൊക്കെ എടുത്ത് തന്നിട്ട് അച്ഛന്റെ കൈ പിടിച്ചു നടന്നു. എന്റെ അമ്മോ, 4ാം ക്ലാസ്സിൽ ഇതാ സ്ഥിതിയെങ്കിൽ 8ാം ക്ലാസ്സിൽ എന്തായിരിക്കും? അതുകൊണ്ടെന്താ, ഭാവി സുരക്ഷിതമല്ലേ ഭാസ്കരേട്ടാ? മനസ്സിലായില്ല. ഭാവിയിൽ ചുമട്ടുതൊഴിലാളിയാവാനുള്ള ട്രെയിനിങ് അല്ലേ ഇത്? അയ്യോ, കുഞ്ഞുണ്ണിയെ കുറിച്ചല്ല, ഞാനിങ്ങനെ പൊതുവെ പറഞ്ഞതാ. നീ അങ്ങനെ പൊതുവെ ഉണ്ടാക്കാൻ നിക്കണ്ട കേട്ടാ. വാ മോനെ. രാജു കെ പി ഹാജർ സാർ. ശിവപ്രിയ സി കെ ഹാജർ സാർ. ലക്ഷ്മി വോ ഹാജർ സാർ. കുഞ്ഞുണ്ണി ബി കുഞ്ഞുണ്ണി ബി കുഞ്ഞുണ്ണി ഭാസ്കരൻ ഹാജർ സാറേ. അല്ല, എന്റെ ഓരോരു മോനാ ഭാസ്കര. ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്, അത് ഓർമ്മ വേണം. അറിയാം മാഷേ, ഇതുപോലൊരു സരസ്വതി ക്ഷേത്രത്തിൽ ഞാനും 5ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. മാഷെ പോലുള്ള വിവരം കൂടി അവര് പഠിപ്പിച്ചോണ്ടാ ഞാനിന്നൊരു ലോറി ഡ്രൈവർ ആയത്. ആ ഗതി എന്റെ മോന് വരരുത് മാഷേ. ഓ, ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. എന്നിട്ട് എന്തായി? ഇവിടുത്തെ മാഷുമാർക്ക് വല്ല മാറ്റണ്ടോ? സാക്കല്ലാത്ത ഒരു വകയാ. കുറുപ്പ് മാഷ് പഠിപ്പിക്കുന്ന സംസ്കൃതം എന്റെ കുഞ്ഞെനിക്ക് ആവശ്യമില്ല. അവന് നല്ല മണി പോലത്തെ ഇംഗ്ലീഷാ വേണ്ടത്. ഇവൻ എനിക്ക് IAS ആക്കാനുള്ളതാ. സാറിന്റെ സംസ്കൃതം പഠിച്ച ഇവൻ IAS ആവോ? അത് പോട്ടെ, ഇവിടെ നിന്ന് ലീവിന് പോയ ആ ഇംഗ്ലീഷ് മാഷേ, ആ പ്രഭാകരൻ മാഷ് എപ്പോ വരും? അതേ സ്കൂളിന്റെ കർമ്മവാർഷികത്തിലെത്തും. അല്ല പിന്നെ ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാടോ? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണോ? കുറുപ്പാഷ വേണ്ട, സൂക്ഷിച്ച് സംസാരിക്ക്. ഭാസ്കരൻ മഹാത്തറയാ. പ്രഭാകരൻ മാഷേ ബുക്കിന്റെ ഇടയിൽ ഗൈഡ് വെച്ച് പഠിപ്പിക്കണമെന്നാ കുഞ്ഞിനുടെ പരാതി. ഈ പരാതി തീർക്കാനും ഇവന്റെ ഇംഗ്ലീഷ് നന്നാക്കാനും കോളേജ് പ്രൊഫസറായ ജോൺസൺ സാറിന്റെ അടുത്ത് ഇവനെ പോക്കൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിടാ. ഓ, പോക്കൺ അല്ല, സ്പോക്കൺ സ്പോക്കൺ. യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്, യു ആർ റൈറ്റ്. അതുകൊണ്ട് എന്താ, നിങ്ങളുടെ പ്രഭാകര മാഷ് പഠിപ്പിക്കുന്നതിനൊക്കെ നല്ല ഇംഗ്ലീഷ് എന്റെ കുഞ്ഞുണ്ണി സംസാരിക്കും. മോൻ പോയിരുന്ന് പഠിക്ക്. സാറേ, സംസ്കൃതം മലയാളം കൂട്ടിക്കൊഴിച്ച് മലയാളീകൃതമാക്കി തരും കേട്ടാ. മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ, വൺ ഡൗട്ട്സ്. സമ്പതി വാർത്താ ഹേ സുഗന്ധ പ്രവാചക പരമാനന്ദ സാഹരാ ഹേ, അതിന്റെ മലയാളം അർത്ഥം എന്താണ്? ഹേ, ഇത്ര പ്രായമായിട്ട് റേഡിയോ കേൾക്കണോ സുയന്ത? നോൺസെൻസ്. മോനെ കുഞ്ഞുണ്ണി, ഈ സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്നതിന് മുമ്പ് നല്ല പച്ച മലയാളത്തിൽ ഒരു പാഠം മാഷ് പഠിപ്പിച്ചു തരാം. അധികമായാൽ അമൃതും വിഷമാകും. ലേ പോയ നിന്റെ തന്തയെ പോലെ. തലയ്ക്ക് നല്ല പെരുപ്പ്. മോനെ കുഞ്ഞുണ്ണി, നീ ഇംഗ്ലീഷ് തന്നെയാണോ പഠിക്കണ? അല്ല അച്ഛാ, നാളെ എനിക്ക് മലയാളം പരീക്ഷ. നീ നാളെ മലയാളം പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതിയാ മതി. അല്ല, നിനക്ക് ഇഷ്ടാണ് നീ മലയാളം പഠിച്ചോ. ഒരു മാതൃഭാഷ പറയാനും വയ്യ പറയാതിരിക്കാനും. വെള്ളം തീർന്നോ? കഞ്ഞള്ളങ്ങ കഞ്ഞള്ളം. മോനെ മോനെ, മോൻ ഇംഗ്ലീഷ് പഠിച്ചൊരു സായിപ്പാവണം. അച്ഛാ, എന്താ അത്? ഇത് ഇത്തിരി ചീരകൊള്ള. അച്ഛന് ഭയങ്കര തൊണ്ടവേദന. എനിക്ക് മനസ്സിലായി, ഡീസൽ അടിച്ചാലേ വണ്ടി മുന്നോട്ട് പോകും. കൊച്ചു കള്ള, അപ്പൊ നിനക്കെല്ലാം അറിയാം. മോന്റെ മുമ്പിൽ ഇനി അച്ഛനൊന്നും വിളിക്കണില്ല. ഈ ഒരു തെറ്റലട അച്ഛൻ ചെയ്യണുള്ളൂ. മോനിരുന്ന് പഠിക്ക്. തങ്കണക്കട ജല്ലം ജല്ലം ഒരാൾ കയറിയ വണ്ടി വിടുന്ന തൊപ്പുമ്പോൾ പോകുമ്പോൾ ഇതകത്തേക്ക് പോട്ടെ. ശ്രീദേവി, നമ്മുടെ മോനെ കണ്ടില്ലേ? അവൻ മിടുക്കന. ഇതുവരെ എല്ലാ കൊല്ലവും അവൻ സ്കൂളിൽ ഫസ്റ്റാ. അമേരിക്കയിൽ വെടി പൊട്ടിച്ചാൽ ഇവിടെയാണ് സാധനങ്ങൾക്ക് വില കൂടണം. എന്തായത്? ഇത് കുഞ്ഞുണ്ണിക്ക് ഒരു സമ്മാനാ. ഭാസ്കരേട്ടാ, ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഓരോ പരീക്ഷ ജയിക്കുമ്പോൾ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് കുട്ടികളെ എന്തിനാ ഭക്ഷണമാക്കരുത്? ഞാൻ പറഞ്ഞേക്കാം. കുട്ടിത്തം മാറാത്ത നിനക്ക് എന്തറിയാ? എടാ, ഒരു അച്ഛനായി ഇങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ ഒരു പ്രോത്സാഹനല്ലേ. എനിക്കാണെങ്കിൽ അവനൊരാൾ മാത്രമേ ഉള്ളൂ. കഴി കഴിഞ്ഞ് നീ വാ,
നമുക്ക് സ്കൂളിൽ പോയി മാഷുമാരും കുട്ടികളെ മുമ്പിൽ വെച്ച് നേരിട്ട് അവന് കൊടുക്കണം. അവനതൊരു ക്രെഡിറ്റ് ആവട്ടാ. എനിക്കും ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ഒരു വാഴനാര് പോലും മേടിച്ചു തന്നിട്ടില്ല. ആ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ടൈം. ഇന്നെന്താ സ്കൂള് നേരത്തെ വിട്ടോ? DPEP നിയമപ്രകാരം കുറുപ്പ് മാഷ ആൺകുട്ടികളെ നീന്തൽ പഠിപ്പിക്കാം. പിന്നെ കുഞ്ഞുണ്ണിയുണ്ട് അവിടെ. എന്റെ ഈശ്വരാ, കുറുപ്പ് ഭാഷ നീന്തൽ പഠിപ്പിക്കുന്നത്. അങ്ങാർക്ക് നേരെ ചൊവ്വേ നടക്കാൻ പോലും അറിയത്തില്ല. നീ വാ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മോനെ, കുഞ്ഞുണ്ണി മോനെ, മാറടോ ഇങ്ങോട്ട്. കുഞ്ഞുണ്ണി മോനെ, കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. ഒന്നുമില്ലടാ കുഞ്ഞുണ്ണി, കുഴപ്പമൊന്നുമില്ല കേട്ടാ. ചന്തു മോന് കുഴപ്പമൊന്നുമില്ല. താനേത് കോപ്പിര മാഷാടോ? നീന്തൽ അറിയാത്ത താനാണോ നീന്തൽ പഠിപ്പിക്കണേ? തന്റെ തന്നെ ഞാൻ നീന്തൽ പഠിപ്പിക്കണോ? അയ്യോ വേണ്ട അച്ഛാ, സാറിനെ ഒന്നും ചെയ്യണ്ട. അയ്യോ ഇതിലെത്ര ആലോചിക്കാൻ എന്തോ ഇരിക്കുന്നു. എന്നെ അടിച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടവനവൻ. അതുകൊണ്ട് അവന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലേ ടീച്ചറെ? അതെ, കുഞ്ഞുണ്ണിയെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ അധ്യാപകർ നിരാഹാര സമരം ഇരിക്കാൻ പോകും. നിരാഹാരം വേണോ? പിക്കറ്റിങ് പോരെ? അയ്യോ നിങ്ങൾ എന്താ പറയുന്നത്? ഒരു തന്ത കാരണം കഴിച്ച അന്നം വയറ്റിന് പിടിക്കാണ്ടായി. ഒരു അച്ഛൻ കാരണം സ്കൂള് കുളന്തോട്ടുകാന്ന് വെച്ചാ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഇരുന്നാ പോരാ, പ്രതികരിക്കണം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. കുഞ്ഞുണ്ണിയെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? ഓ എന്താ അധ്യാപകരെല്ലാം കൂടെ ഒരു ഗൂഢാലോചന? തന്നെ എനിക്ക് കിട്ടും. തനിക്കാൻ വെച്ചണ്ട്. ഭാസ്കര, ഇത് ചന്തയല്ല. ഓ ശ്മശാനായിരിക്കും. വന്ന് കുട്ടികളുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള മാഷുമാരെ പഠിപ്പിക്കല്. ഇതിന്റെ പേര് വിദ്യാഭ്യാസം എന്നല്ല, വിദ്യാഭ്യാസം. കുറെ കാലമായി ഭാസ്കരൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ പോട്ടെ, ഇവിടെ നല്ല മൂത്രപ്പരി ഉണ്ടോ? ആവശ്യത്തിന് ബെഞ്ച് ഡെസ്ക് ഉണ്ടോ? മഴ പെയ്ത കൊട പിടിക്കാതെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റോ? ഈ സ്കൂള് നന്നാവില്ല മാഷേ. ഇവിടെ പഠിപ്പിച്ച് എന്റെ മോന്റെ ഭാവിയാളെയും ഭാസ്കരൻ തയ്യാറുമല്ല. ഈ വൃത്തികെട്ട സ്കൂളിലെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം എന്റെ മോന് വേണ്ട. അത് ഭാസ്കരൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നാട്ടിൽ ഏതെങ്കിലും സ്കൂളിൽ കുഞ്ഞുണ്ണിക്ക് അഡ്മിഷൻ കിട്ടും തോന്നുന്നുണ്ടോ എനിക്ക്? നിങ്ങളുടെ DPPയും DDTയും വിദ്യാഭ്യാസം ഒന്നും എന്റെ മോന് വേണ്ട. ഇവിടുത്തെ ഏത് പണക്കാരന്റെ മോന് കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം എന്റെ മോന് കിട്ടണം. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്കൂൾ എവിടെ ഉണ്ടോ അവിടേക്ക് ഞങ്ങൾ പോവാ. ഉള്ളതെല്ലാം വിറ്റ് പറക്കിട്ടായാലും ശരി എന്റെ മോനെ ഞാൻ പഠിപ്പിക്കും. അത് ഞാൻ ശ്രീദേവിക്ക് കൊടുത്ത വാക്കാ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ തിരിച്ചെത്തും. അതിനു മുമ്പ് എന്റെ മോന്റെ TC കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ മാഷ് പറഞ്ഞില്ലേ ചന്ത? ഹലോ, അത് ഞാൻ ആക്കാൻ കളയും. ഞാൻ മാറ്റാറുടെ DDT. ഭാസ്കരേട്ടാ പോവാൻ തന്നെ തീരുമാനിച്ചോ? വണ്ടി നല്ല വിലക്ക് ഹാജരെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വീടിന്റെ കാര്യം ശരിയാക്കണം. നീ വണ്ടി എടുക്ക്. പതുക്കെ. ഇതെവിടെയാ അച്ഛാ? ഇതാണ് മോനെ ഊട്ടി. ധാരാളം വലിയ സ്കൂളുള്ള സ്ഥലമാ. എന്തൊരു തണുപ്പാ. സാരല്ല കേട്ടോ, അച്ഛൻ കമ്പിളി എടുക്കാൻ മറന്നുപോയി. കുഞ്ഞുണ്ണിയെ മോൻ ഇവിടെ ഇരിക്കി. അച്ഛൻ അല്പം ഡീസൽ അടിച്ചിട്ട് വരാം. എന്തോന്നച്ചാ? തണുപ്പല്ലടാ. വേഗം വരണേ. അയ്യ അച്ഛൻ വെള്ളം ഒഴിച്ച് കൊള്ളാക്കാൻ നിൽക്കില്ല. ഒറ്റ വലി ഡിങ് ദാ. டேய் யாரு நீ? உன் பேர் என்னடா? டேய் முத்து, என்னடா இவன் என்ன கேட்டாலும் இப்படி காட்டுற அப்படி காட்டுற? டேய் பைய, நீ ஏன்டா இங்க தனியா உட்கார்ந்துட்டு இருக்கு? എന്താ സാർ? டேய் இங்க தள்ளிலடா. തള്ളി. இந்த பையன் உனக்கு யாரு? എന്റെ മോനാ സാർ. டேய் போய் சொல்லாவே. இந்த ஊட்டியில குழந்தைகளை கிட்னாப் பண்றது ஒரு பழக்கமாச்சு. நேத்துக்கு ஒரு குழந்தை இங்க மிஸ் ஆயிடுச்சுன்னு கம்ப்ளைண்ட் வந்திருக்கு. அந்த பையன் தானே ഇവൻ? അല്ല സാർ, സത്യമായിട്ട് ഇത് എന്റെ കുളന്തി. കേരളത്തിൽ നിന്ന് ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. என்ன கேரளாவில் இருந்தா? என்னை விட கருப்பான நீ எப்படியாடா ஒரு மலையாளி ஆச்சே? ആച്ചയോ? உன்னை பார்த்தாலே ஒரு தமிழன் மாதிரி இருக்கு. എന്റെ അച്ഛന് നിങ്ങളെ പോലെ തന്നെ തമിഴൻ മാതിരി. ஏய் முத்து, ரெண்டு பேரும் ஏத்ரா ஜீப்ல.
അയ്യോ എടാ വാടാ ഏറാ വണ്ടിയിലെ വാടാ വാടാ സാർ ഞങ്ങള് ഏറാ ഇതല്ലേ സാർ ഞങ്ങള് தம்பி இவன் சொல்றது உண்மையா? இவன் எல்லாமே சொல்லி கொடுத்து வச்சிருக்கா? എന്റെ ഗുരുവായൂരപ്പ ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? സാർ ഒരു നിമിഷം കണ്ടോ സാർ, ഇത് ഇവന്റെ അമ്മയാ. ഈ നിറവും സൗന്ദര്യം ഇവന് കിട്ടിയേക്കണേ. சரி விட்னஸ் இருக்கா? സാർ സ്വന്തം ഭാര്യയ്ക്ക് വിറ്റ്നസോ? டேய், இவன் உன் மகன் தெரிஞ்சவங்க யாராவது வீட்டில் இருக்காங்களா? ആ ഉണ്ട് സാർ, എന്റെ നാട്ടുകാരനായ വണ്ടി ബ്രോക്കർ നളിനാശൻ. வண்டி புரோக்கரா? டேய் முத்து, நளினாஷம் மேரேஜ் புரோக்கர் தானே? இல்ல சார், நளினாக்ஷன் கைடு தான் சார். நளினாஷன் இது எல்லாமே தான் ஃப்ராடு, ஃப்ராடுக்கு ஃப்ராடு. சரி, அந்த ஃப்ராட் நளினாஷனை கூப்பிடு. எஸ் சார். சார் ஏ பாரு, நளினாச்சம் வந்து சொன்னாத்தான் உன்னை சும்மா விடேன், இல்லைன்னா നളിനാശേട്ടോ! நளினாஷா ஸ்டாப் ஸ்டாப். என்ன சார் காலையில வேலைக்கு போகும்போது லாத்தி கீத்தி காட்டி வழி தடையிறது? நளினாஷா ஸ்டேஷன் வரவா? எஸ்ஐ மாணிக்க சார் கூப்பிடுறாரு. எதுக்கு? ஏதாவது ஃபாரின் டூரிஸ்ட் எம்எல்ஏ கம்ப்ளைண்ட் கொடுத்தாச்சா? பயப்பட வேண்டாம், அட்டாக் பண்றதுக்கு அல்ல, அப்பா எஸ்ஐ சாருக்கு ஹெல்ப் பண்றதுக்கு. சரியான ஹெல்ப். போன வாரம் மாணிக்க சார் இந்த குதிரையோட என்னங்க கூப்பிட்டாச்சு. சாயந்தரம் வரைக்கும் ஒரு குதிரையில இருந்து கீழே இறங்கல, என்னோட வருமானமே போயாச்சு. அந்த மாதிரி ஹெல்ப்பா? நீ வண்டியில ஏறு. சரி ஒரு நிமிஷம். என் முத்த தம்பி கர்ணா, நீ லேக் சைடுல போயிடு. நான் மாணிக்க சாரை சந்தித்து 1 ஹவர்ல திரும்பி வந்துடுவேன். வந்த பிறப்பாடு நம்ம ஒன்னா சேர்ந்து பிரேக்ஃபாஸ்ட் சாப்பிடுவோம். Follow me. போலீஸ் இருந்தா இன்னும் ஸ்மார்ட்டா இருக்கணும். வெயிட். வணக்கம் மாணிக்க சார். வணக்கம் நளினாசேட்டா. இந்த ஆளு உனக்கு தெரியுமா? தெரியும் சார், நல்லா தெரியும். எவன் என்னோட ஃப்ரெண்ட் பாக்குறேன். அப்ப இந்த പയ്യൻ ഫ്രണ്ടല്ല എനിക്ക് தெரியாது. അയ്യോ ഇത് എന്റെ മോനാ. സത്യം? സത്യമായിട്ടും ഇവരോട് എന്തും പറഞ്ഞിട്ട് മനസ്സിലാവണം. டேய், வாய் மூடுடா. நீ சொல்லு. ஆமா மகன் தான். உனக்கு எப்படி தெரியும்? ஃபேஸ பார்த்தா தெரியல, அதே மூஞ்சி. சரி, பையன் பேர் என்ன? குப்புசாமி. டேய், அது என் அப்பா பேர்டா. இந்த பையன் பேர் தான் கேட்டேன். குப்புசாமிங்கிறது தமிழ்நாட்டு பேரு. கேரளாவில வரும்போது കുഞ്ഞുണ്ണി. கரெக்ட், குഞ്ഞുണ്ണி. ஃபார் எக்ஸாம்பிள் மாணிக்குங்கிறது தமிழ்நாட்டு பேரு. கேரளாவில வரும்போது மாணி. மாணியா? ஆமா சார், மாணி. நீ ஃப்ராடான்னு எனக்கு நன்னா தெரியும். இப்ப இந்த ஆளை கூட்டிட்டு போ. நாளைக்கு ஏதாவது பிரச்சனை வந்தா உன்னை இடிச்சு பொறிச்சு ஊட்டினே துரத்துருவேன், புரிஞ்சா? சரி சார். ഇനിയെങ്കിലും സത്യം പറ, ഇവൻ നിന്റെ മോനാണോ അതോ കിഡ്നാപ്പ് കേസോ? നളിനാശേട്ടാ, എപ്പോ വന്നു? രാവിലെ. എവിടാ താമസം? എവിടെ വേണമെങ്കിലും താമസിക്കാം. എന്തെങ്കിലും കഴിച്ചോ? എന്ത് വേണമെങ്കിലും കഴിക്കാം. നവ വീട്ടിലോട്ട് പോവാം. എല്ലാം എടുത്തോ? ഓ എസ് ശരിക്കും ഇടിച്ചു. ആവിക്ക് വെക്കാം. എന്നെയോ? ഇല്ലേ നീരിറങ്ങും. അയ്യോ നല്ല കാര്യമായി. ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൽ നിന്റെ മോനെ പഠിപ്പിക്കുന്നതിന് എത്ര ലക്ഷം രൂപ വേണമെന്ന് എനിക്കറിയാമോ? ആവശ്യത്തിന് പണമായിട്ടല്ലേ നിങ്ങളുടെ കൂട്ടുകാരെ വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്ക്. ഒരു ഉപകാരം ജീവിതത്തിൽ ആർക്കെങ്കിലും ഒന്ന് ചെയ്യും മനുഷ്യനെ. എടീ വിവരം കെട്ടവളെ, നിർഗുണ പരബ്രഹ്മമേ, ഇതൊക്കെ മന്ത്രിമാരുടെ മക്കള്, ജഡ്ജിമാരുടെ മക്കള്, വലിയ വലിയ ബിസിനസ്മാരുടെ മക്കള്, അവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഈ പറഞ്ഞവരാരുമില്ല. ഞാൻ നല്ലോണം പഠിക്കണമെന്നുണ്ടായിരുന്നു, എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ മോനാ ഗതി വരരുത്. എന്നെ സഹായിക്കാൻ ഇവിടെ നളിനാശേട്ടനല്ലാതെ മറ്റാരുമില്ല. ആ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നാളെ രാവിലത്തെ ബസ്സിന് 1.5 ടിക്കറ്റ് എടുത്തു തരാം. വേഗം നാട്ടിലോട്ട് പൊക്കോ, അതാ നല്ലത്. ഇല്ലയോ ഭാര്യയെ? എന്താ? അതെ, ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിലെ സീത ടീച്ചർ നിങ്ങൾക്ക് അറിയാലോ. പല കല്യാണാലോചനകളുമായി നിങ്ങൾ അവിടെ പോയിട്ടുള്ളതല്ലേ. ഒന്ന് പറഞ്ഞു നോക്കരുതോ? പോയാലൊരു വാക്ക്, കിട്ടിയാലൊരാന. ഇനി നീ പറഞ്ഞ അനുസരിച്ചില്ലാന്ന് വേണ്ട. ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാ പോരാ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചു തരണം. സീത ടീച്ചർ വിചാരിച്ച കാര്യം നടക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നമുക്കുമില്ലേ പിള്ളേര്? പറഞ്ഞ പോലെ അതുങ്ങൾ എന്ത് ചെയ്യടി? അവരപ്പുറത്തെ വീട്ടിൽ മരണം കാണുവാ. ഭൂതലിംഗം മരിച്ചോ? എപ്പോ? മരണം മെഗാ സീരിയൽ. അത് ശരി. ഭാസ്കര, നാളെ തന്നെ സീത ടീച്ചറെ പോയി കാണാം. നീയും കൂടി വരണം. ഞാൻ എന്റെ ഷർട്ടും മുണ്ടും തിരുമ്മെടുത്ത്. മുണ്ടും ഷർട്ടും നന്നായി. സായിപ്പന്മാര് കെട്ടിയ സ്കൂളാണ്. തൂപ്പുകാർ വരെ സൂട്ടിലും കോട്ടിലുമാണ്. അതുകൊണ്ട് നീ വേഷം മാറണം, സാക്ഷ്യം മാറണം, പ്രൊഫഷൻ മാറണം. ഇന്ന് നേരം വിളിക്കുന്നവരെ എന്റെ റിഹേഴ്സലാണ്. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു.
ഒരു പുതിയ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആള് ചില്ലറക്കാരനൊന്നുമല്ല, കൊടീശ്വരനാ, ബിസിനസ് മാഗ്നറ്റ്, കച്ചവട കാന്തം, മിസ്റ്റർ ഭാസ്കർ പിള്ളൈ. തനിക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്റെ കല്യാണക്കാരി ഞാൻ തന്നെ ഏൽപ്പിച്ചോന്ന് അല്ല, അത് തീരുമാനിക്കാൻ എനിക്കറിയാം. ലീവ് മീ അലോൺ. ടീച്ചറെ, ടീച്ചറെ, നോ നോ നോ, പ്ലീസ് പ്ലീസ്. ഇത് ടീച്ചർ കൊണ്ടുവന്ന കല്യാണ ആലോചന അല്ല, ഇത് കേസ് വേറെയാണ്. സ്കൂളിൽ ഒരു അഡ്മിഷൻ കേസാ. ആരെ പിടിച്ചാ നടക്കും? ആദ്യമേ ഇതങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പറഞ്ഞുവല്ലോ, സംബന്ധക്കാരനെന്ന് ടീച്ചറല്ലേ തെറ്റിദ്ധരിച്ചത്. പ്ലീസ് ടീച്ചർ, ആ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഒന്ന് വരാമോ? താങ്ക് യു. മീറ്റ് മിസ് സീതാ നായർ. ഹായ്. ഹലോ. ഡയമണ്ട് മർച്ചന്റ് ആണ്. ഇന്ത്യയിൽ എവിടെയൊക്കെയോ ഖനികളുണ്ട്. സോറി, ഐ വാസ് മിസ്റ്റേക്കൺ. ഇറ്റ്സ് ഓക്കേ ഓക്കേ ഓക്കേ. ലൈഫിൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ. ബൈ ദ ബൈ, ടീച്ചർക്കറിയോ, കോടികളുടെ കളിത്തൊട്ടിൽ ഞാൻ അമ്മാനമാടുമ്പോഴും അക്ഷരം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കറക്റ്റ്. തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ഞാൻ SLC എഴുതാൻ പോലും മറന്നു. കറക്റ്റ്. ആ ഗതിയോട് ഒരിക്കലും എന്റെ ചൈൽഡ്ഹുഡ് ഉണ്ടാവരുത് ടീച്ചറെ. കറക്റ്റ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച എന്റെ മകനെങ്കിലും പഠിക്കട്ടെ. ആം കറക്റ്റ്. കറക്റ്റ്. ഇന്ന് എന്റെ കയ്യിൽ പണമുണ്ട്, പദവിയുണ്ട്. പറയൂ ടീച്ചർ, ടീച്ചർ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ പൊസിഷൻ. ഇതുപോലെ എത്രയെത്ര പണക്കാരായ പാരന്റ്സാ ഒരു അഡ്മിഷന് വേണ്ടി അവിടെ കയറി ഇറങ്ങുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ കാര്യമായി സഹായിക്കാനാവില്ല. മാക്സിമം ഡൊണേഷനും ഹൈ റെക്കമെൻഡേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്രില്യന്റ് ആയ കുട്ടിക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടൂ. മാക്സിമം ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വേണ്ടി വരും? അപ്രോക്സിമേറ്റ്ലി 2 lakhs. നോ പ്രോബ്ലം. പിന്നെ ഹൈ റെക്കമെൻഡേഷൻസ്. അതിന് VVIP ആയ ഒരു പൊളിറ്റീഷ്യനെ കണ്ടാൽ മതി. റോയൽ ഫാമിലിയിലുള്ള ബിസിനസ്സുകാരാവുമ്പോ രാഷ്ട്രീയ ബന്ധങ്ങളും കാണും. എനിവേ, ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു. വരട്ടെ. സ്കൂളിൽ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവാൻ പാടില്ല. വളരെ സ്ട്രിക്റ്റാ. എന്നിട്ടാ അമ്പലപ്പറമ്പ് ചുറ്റി കറങ്ങുന്ന നിന്റെ കൂറച്ചിരി അവര് കേട്ടാ മോന്റെ അഡ്മിഷൻ വെള്ളത്തിലാവും. ഡൊണേഷന്റെ കാര്യം ഓക്കെ. വീടും ലോറിയും വിറ്റിട്ട് 3 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. റെക്കമെൻഡേഷൻ അതിനെന്തൊരു വഴി? ഡൊണേഷന്റെ കാര്യം ഓക്കെ ആണെങ്കിൽ റെക്കമെൻഡേഷന്റെ കാര്യം ഡബിൾ ഓക്കെ. നമ്മളിപ്പോ തന്നെ വണ്ടിയിൽ പുറപ്പെടുന്നു. അണ്ണാ ഗാർഡൻസിലേക്ക്. അണ്ണാക്കിലോട്ടല്ല, അണ്ണാ ഗാർഡൻസിലേക്ക്. OMK ഊട്ടി മുന്നേറ്റ കഴകം. കഴപ്പല്ല, കഴകം. അതിന്റെ രാജവനാന്ത പ്രസിഡന്റ് കോവൈ നെടുഞ്ചേരന്റെ അടുത്തേക്ക്. തലൈവരെ, നിനൈത്തതൈ മുടിപ്പവർ ഇവർ ഇവർ. நளினாட்சா, யாரு இவரு? தலைவரே, இவரு உங்களுக்கு புரியலையா? புரியலையே. இவரு உங்களுக்கு புரியலையா? அழாதரா, விஷயத்தை சொல்லு. நம்ம OMK பார்ட்டி இல்லையா, அதோட கேரளா பிரான்ச் பிரசிடென்ட். கேரளா? கரெக்ட். பிரான்ச்? கரெக்ட். மலையாளம்? ஆமா. மலையாள மண்ணுக்கு வணக்கம், மலையாள மக்களுக்கு வணக்கம். மலையாள மகனே, தமிழ் மகனே, வணக்கம். வணக்கம். ஆஹா, என்ன ஒரு பாசம், என்ன ஒரு பத்து, என்ன ஒரு பிடிப்பு. அதுக்கு பிடிக்கி. தலைவரே, நல்ல சொல்றா. ஒரு சின்ன ரெக்கமெண்டேஷன். என்ன? பிரசிடண்டோட மகனுக்கு கான்வென்ட்ல ஒரு அட்மிஷன் வேணும். இந்த ஊட்டி கான்வென்ட்ல நம்ம பிரசிடென்ட் பிள்ளைக்கு தானே, பண்ணிருவோம். அம்மா வணக்கம். நான் தான் ஒய் நெடுஞ்சேரன் பேசுறேன். நம்ம கேரளா பிரசிடென்ட் பையனுக்கு உங்க கான்வென்ட்ல ஒரு சீட் வேணும். டொனேஷனை பத்தி கவலையே படாதீங்க. புது ஸ்கூல் பில்டிங்கே கட்டி கொடுத்துறோம். அட்மிஷன் ஓகேவா? அதான் கரெக்ட். தேங்க்யூ. அட்மிஷன் ஓகே.